വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് നമ്മുടെ പുതിയ വീടിന്റെ ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്ന ആ ഒരു വീഡിയോ ആയിരിക്കട്ടെ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എവിടെയാ വീട് വരുന്നതെന്നുള്ളത്. ഞാൻ യു എയിൽ റാസൽ കൈമയിൽ മാരീസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ ഇത് 2 BHK ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് എല്ലാവരോടും പറയണേ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹായ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറുമ്പം ആ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മിനി ഹാള് പോലെ, അതായത് നീളായിട്ട് ഒരു ചെറിയൊരു വഴി പോലെയാണ് കേട്ടോ ഉള്ളത്. അതിലേക്ക് കൂടി പോയിട്ടാണ് മെയിൻ ഹാള് വേറെ തന്നെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ എൻട്രൻസ് തന്നെ സൈഡിലായിട്ട് ഇതുപോലൊരു ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. ഷൂറാക്ക് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു മെയിൻ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ നമ്മുടെ മെയിൻ ഹാളിലേക്ക് പോകുന്ന ആ ഒരു വഴിക്കായി കുഞ്ഞൊരു അക്യൂറും ഇതുപോലെ അലോവേരയുടെ മിനി പ്ലാന്റും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാൾ ഡെക്കോർ ഇതുപോലെ വെച്ചിട്ട് ചെറിയൊരു ഹാങ്ങിങ് പ്ലാന്റും കൂടി ആർട്ടിഫിഷ്യലാണ് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇന്നുൻ്റെ മെഡലും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു വാളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഷാല്ലാ തബാറക്കല്ലാ എന്നുള്ള എഴുതിയ കാലിഗ്രാഫി പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലീസ് ഒന്ന് പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യണം. എനിക്ക് ഒരു ബോർഡ് ഇതുപോലെ ആവശ്യമുണ്ടായിരുന്നു. ഞാനിവിടെ കടയിലൊക്കെ നോക്കി, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്നില്ല, അക്രയിലേക്ക് കട്ട് പോലെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ടൈപ്പൊന്നും ഇവിടെ ഞാൻ കുറേ നോക്കി എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇതാ നമ്മുടെ ആ ഒരു വഴിയിൽ നിന്ന് മെയിൻ ഹാളിലേക്ക് ഈ ഒരു എൻട്രൻസിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പോട്ട് വെച്ചിട്ട് അതിൽ മണി പ്ലാന്റും അഗ്ലോണിമിങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ മെയിൻ ഹാളിൽ ബാൽക്കണി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് അങ്ങനത്തെ ചെടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓവർ ലൈറ്റിംഗ്, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടല്ലോ, എന്നാൽ അത്യാവശ്യം നല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കിട്ടുകയും ചെയ്യും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡിലായിട്ട് ഒരു എയർ പ്യൂരിഫയറും കൂടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഹാള് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ഹാളിൽ വരുന്നത് ചെറിയൊരു എന്താ പറയുക ഡെക്കോർ പീസ് വാളിൽ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഹാങ്ങിങ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇത്. ഞാൻ 3 ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കോംബോ ആയിട്ട് വരുന്നത്. അത് ഐക്കയുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ഹാളിൽ തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിളും സോഫയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ 6 സീറ്റർ വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് വാങ്ങിച്ചിട്ടുണ്ടായത്, മുകളിൽ ഗ്ലാസ് ടോപ്പ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ ധനൂപ് ഹോമിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ ഒരു സോഫയും കൂടി വാങ്ങിയിട്ടുണ്ട്. സോഫ എന്ന് പറയുന്നത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫയിൽ 2 കുഷൻ കവറായിരുന്നു വന്നിട്ടുള്ളത്. ഈ ഒരു കളറിലുള്ള കുഷന് നമ്മളൊരു എക്സ്ട്രാ ആഡ് ചെയ്തതാണ് കേട്ടോ. സെപ്പറേറ്റ് കുഷന് കവറും കുഷനൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തെടുത്തതാണ്. കാരണം ആ ഒരു തീം നമുക്ക് മൊത്തത്തിൽ ഓവറോൾ ഒന്ന് തീം ബേസിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടുള്ള ബാംബുവിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമ്മൾ ആമസോൺ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിങ്ക് ഇല്ല കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, സോഫ നെസ്റ്റോ എന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഓരോ സാധനം വാങ്ങിയത് ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആരൊക്കെ ഓരോരോ ഐറ്റം ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ പറയുന്നത്. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ തീമൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മൾ ഇപ്രാവശ്യം ഹാളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരേ തീമിൽ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത്. ഒന്നും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതൊന്നുമല്ല, എല്ലാതും ഓരോ ഐറ്റംസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഐഡിയയിൽ തന്നെ ആ ഒരു തീമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. മെയിൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂട്യൂബേഴ്സാണല്ലോ, ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ ഹോം ടൂറും അല്ലാതെ തന്നെ ഹോം വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു തീം അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വീഡിയോ ഒക്കെ ഒരു അട്രാക്ഷനും ഭംഗിയൊക്കെ കിട്ടും കേട്ടോ കൂടുതലായിട്ട്. അതുകൊണ്ട് മാക്സിമം ഞാൻ ചുമ്മാ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മെനക്കെട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഓരോ ഷോപ്പിൽ നിന്നൊക്കെ തപ്പി എടുത്ത് കളറൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അല്ലാതെ കസ്റ്റമൈസ് ചെയ്തിട്ടൊന്നും ചെയ്യിപ്പിച്ചതും ഒന്നുമല്ല കേട്ടോ. എല്ലാതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാക്സിമം എല്ലാം അഫോർഡബിൾ പ്രൈസിന് മാക്സിമം നോക്കിയിട്ട് ചെയ്തെടുത്തത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ മെയിൻ ഹാളിൽ ആണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആദ്യമുള്ള ചെടികളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ചെറിയ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തതാണ് ബാൽക്കണി. ഇനിയിപ്പം അടുത്ത നമുക്ക് എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ള ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആയിരിക്കുമല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ നിതാഷസ് കിച്ചൺ കാണാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം കാണിക്കുന്നതിന് മുന്നായിട്ട് എനിക്കൊരു കുഞ്ഞു സന്തോഷം പറയാനുണ്ട്. അതായത് ഞാൻ ഇത്രയും സമയമായിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുള്ള ആ ഒരു ലോങ് ഗൗണിൽ അത് നമുക്കൊരു സബ്സ്ക്രൈബർ ഹൗസ് വാമിന് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. അത് അന്ന് ഈ ഒരു ഹാമ്പറിൽ സെറ്റ് ചെയ്തിട്ടാണ് അവർ തന്നിട്ടുണ്ടായത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. സാധാരണ നമുക്ക് നാട്ടിലൊക്കെ ഹൗസ് വാമിങ് വീട്ടുകൂട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നെയ്ബേഴ്സും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ തരാറുണ്ടല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്.
പക്ഷേ ഇവിടെ എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ചും ഞാൻ 1-2 വീഡിയോസ് ഹൗസ് വാമിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇട്ട സമയത്ത് നമുക്ക് നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നാട്ടിൽ നിന്ന് വീട്ടിൽ കൊടുക്കുന്ന അതേ ഒരു ഫീൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഹോം ടൂർ വീഡിയോയിൽ അവർ തന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹാമ്പറാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായത്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായ ആ ഒരു ലോങ് ഗൗണും നല്ല അടിപൊളി സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു അബായയുണ്ട്, പിന്നെ ഒരു ക്ലച്ചർ ക്ലിപ്പും അതുപോലെ തന്നെ ഒരു സ്പ്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഹാമ്പറാക്കി സെറ്റ് ചെയ്ത് തരാണ് ചെയ്തിട്ടുള്ളത്. അബായ അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ച് അതിൻ്റെ ക്വാളിറ്റി പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. UAE നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാകുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരുടെ പേജും കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ എനിക്കിപ്പോൾ ഒരു ക്ലിപ്പും സ്പ്രേയും അബായയും ഗൗണും ഒക്കെ ആയിട്ട് ഒരു ഹാമ്പറായിട്ടാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഹാമ്പറൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സെറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതിയിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അതുപോലെ തന്നെ അബായസൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡഡ് ഹാൻഡ് ബാഗ്സും ഉണ്ട്, നോർമൽ ഹാൻഡ് ബാഗ്സും ഹിജാബും ഒക്കെ അവൈലബിൾ ആണ് അവരുടെ പേജിൽ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുക കേട്ടോ. എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്ക്. അതുപോലെ നമുക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ഹയ അബായാസ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കേ. ഇനിയിപ്പോൾ നമ്മളെ ലേഡീസിന് മെയിനായിട്ട് കാണാൻ കൂടുതൽ താല്പര്യമുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ നിതാഷസ് കിച്ചൺ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹാളിൽ മെയിൻ എൻട്രൻസ് തന്നെ വരുന്നത് കേട്ടോ, മെയിൻ ഡോറായിട്ട് വരുന്നത് കിച്ചണിലേക്കുള്ളതാണ്. അപ്പോൾ ഇതാ കിച്ചൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതോ ഒന്നുമല്ല കേട്ടോ, കാരണം നമ്മൾ പണിതതോ ഒന്നുമല്ല. ഡയറക്റ്റ് ഓൾറെഡി നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ കിച്ചണ്. നമ്മൾ നല്ല നീറ്റാക്കി തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലൊരു വാൾ മൗണ്ടൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇതുപോലെ വാളിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞൊരു ഹാങ്ങിങ് പ്ലാന്റും കപ്പ് കാര്യങ്ങളൊക്കെ ഒരു സൈഡിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് ഇതുപോലെ ഇവിടെയാണ് വാങ്ങി വെച്ചത്. പിന്നെ ഡെയിലി ഇടയ്ക്കിടെ എടുക്കുന്ന ഐറ്റംസ് ഇല്ല, നമ്മൾ ഓയിലായാലും വെളിച്ചെണ്ണയായാലും അതുപോലെ തന്നെ ടീ ഷുഗർ കണ്ടെയ്നേഴ്സും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് പ്ലേറ്റ് വെക്കുന്ന ഒരു റാക്ക് വാങ്ങിയിട്ട് നമ്മൾ ഡെയിലി എടുക്കുന്ന പ്ലേറ്റ്സ് കാര്യങ്ങൾ സ്പൂണ് സംഭവങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് 2 ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഹാൻഡ് വാഷും ഒന്നിൽ ലിക്വിഡും, പ്ലേറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ടാപ്പിൻ്റെ മുകളിൽ തന്നെ ഫിക്സ് ചെയ്യുന്ന സ്ക്രബ്ബർ മോൾഡ് അല്ലെങ്കിൽ സ്ക്രബ്ബർ റാക്ക് വാങ്ങിയിട്ട് അതിൽ നമ്മൾ എന്താ പറയുക ആ ഒരു സ്ക്രബ്ബറും സ്റ്റീൽ ബോളും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ബാക്കി വരുന്ന വെള്ളമൊക്കെ അങ്ങനെ ഒലിച്ച് പോയിക്കോളല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വേസ്റ്റ് ബിന്ന് വാങ്ങിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഓൺലൈനായിട്ട്. പിന്നെ ഒരു കെറ്റിലും മിക്സിയും പിന്നെ നമ്മൾ മുട്ടയൊക്കെ വെക്കുന്ന ഒരു സ്റ്റോറേജ് എന്താ പറയുക ഒരു ബാസ്ക്കറ്റും കൂടി അങ്ങനെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇതുപോലൊരു വലിയൊരു റാക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഓവണും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ഓർഗനൈസേഴ്സ്, ഒരു 3-4 ഓർഗനൈസേഴ്സ് വാങ്ങിയിട്ട് നമ്മൾ അല്ലറ ചില്ലറ ഐറ്റംസ് ഉണ്ടാവില്ലേ, ഇപ്പം കിച്ചൺ ടവലും സ്ക്രബ്ബേഴ്സും എക്സ്ട്രാ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അതിലങ്ങനെ ഇട്ട് വെച്ച് നമുക്ക് എടുക്കാൻ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ സംഭവങ്ങൾ, AC കാര്യങ്ങളൊക്കെ കാരിഫോർന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഹാളിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ 2 ബെഡ്റൂമും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമല്ലോ, നമ്മുടെ മെയിൻ ബെഡ്റൂമാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മളെല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ വലിയൊരു കിങ് സൈസ് ബെഡ് കോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ലീവ്സിൻ്റെ കട്ടിലും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു കബോർഡും ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡും കൂടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് പ്രത്യേക രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്, എന്തോ ഒരു മൊഞ്ചുണ്ട്. നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റാൻഡ്. പിന്നെ ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ധനൂപ് ഹോം എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് വിൻഡോയിൽ കൂടി കാണുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് ബോറൊക്കെ അടിക്കുമ്പോൾ ഇതുപോലെ അങ്ങ് വിൻഡോ തുറന്ന് വെച്ചിട്ട് നോക്കി നിൽക്കുക ഒരു പ്രത്യേക രസമാണ്. പിന്നെ തൊട്ട് താഴെ തന്നെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫ്ലാറ്റിലുള്ള മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ലൈറ്റിംഗ് ആയിട്ടാണ്. കാരണം 2 ബെഡ്റൂമിലും ഹാളിലും ഒക്കെ വിൻഡോ ബാൽക്കണി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നല്ല ലൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ മെയിൻ നമ്മൾ ഈ ഒരു റൂം ചൂസ് ചെയ്യാൻ കാരണം, പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് വീഡിയോ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ലൈറ്റിംഗ് നിർബന്ധമാണ്. അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ബെഡ് കോട്ടും കബോർഡും അങ്ങനെയൊന്നും ആക്കിയിട്ട് വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. തൽക്കാലം നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് സ്പേസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഷമ്മുൻ്റെ എൻ്റെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എഡിറ്റിങ് കാര്യങ്ങൾ, ഓഫീസ് വർക്കൊക്കെ ആയിട്ട് നമ്മൾ ഈ റൂമിൽ നിന്നാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിയൂസിൻ്റെ പഠിക്കൽ കളിക്കൽ എല്ലാതും ഈ റൂമിൽ നിന്നാണ് കേട്ടോ. സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ അവളുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ റൂമിലാണ്. പിന്നെ അത്യാവശ്യം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നെ ഒരു ലോങ് മിറർ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഐറ്റംസൊക്കെ ഇല്ലേ, ട്രൈപോഡ് കാര്യങ്ങൾ, അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസും പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എടുക്കുന്ന ട്രോളി കാര്യങ്ങളൊക്കെ എല്ലാതും ഈ ഒരു റൂമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. എക്സ്ട്രാ വരുന്ന എല്ലാതും ഈ ഒരു റൂമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ മെയിനായിട്ട് 2 വിൻഡോ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മറ്റേ ബെഡ്റൂമിനേക്കാളും ഒരു എക്സ്ട്രാ എന്താ പറയുക വെളിച്ചവും, എന്നാൽ ചൂടിൻ്റെ സമയത്താണെങ്കിൽ ഓവർ ചൂടും തണുപ്പിൻ്റെ സമയത്താണെങ്കിൽ ഓവർ തണുപ്പും ഒക്കെ ഈ ബെഡ്റൂമിലാണ് കേട്ടോ ആ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു സോഫയും കൂടി ആ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല വ്യൂ ആയിട്ട് എല്ലാ ഭാഗത്തുനിന്നും. പിന്നെ ഇതാ മെയിൻ അടുത്തത് വരുന്നത് ഹാളിൽ തന്നെ, മെയിൻ ഹാളിൽ തന്നെയാണ്. ബാത്റൂം ഒരു കോമൺ ബാത്റൂമേ ഉള്ളൂ, അല്ലാതെ ബെഡ്റൂമിലൊന്നും സെപ്പറേറ്റ് ഇല്ല കേട്ടോ. മൊത്തത്തിലൊരു ബാത്റൂമാണ്. അപ്പോൾ അതും കൂടി ഇതാ ബാത്റൂമിൽ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കാരിഫോർന്നാണ്. അങ്ങനെ അപ്പോൾ ഇത്ര തന്നെയായിട്ട് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു സെറ്റപ്പോട് കൂടി എന്നാൽ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ രീതിയിൽ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചില ആൾക്കാരൊക്കെ നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ലൈക്കും ചെയ്യുക, ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമൊക്കെ മാറുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എന്തായാലും ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്